ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ അല്ല, നമ്മൾ കന്യാകുമാരി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തേർഡ് പാർട്ടാണിത്. അപ്പോൾ നമ്മൾ നിർത്തിയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് പാലുകാച്ചലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കന്യാകുമാരി കാണാൻ പോകുന്ന ആ ഒരു ഇതിലായിരുന്നു ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തെക്കും തിരക്കൊക്കെ പിടിച്ച ഓട്ടോയിൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ എവിടെ ചെന്നതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ സ്ഥലം, നമ്മുടെ കന്യാകുമാരിയിലുള്ള വട്ടക്കോട്ട ഫോർട്ട്. അങ്ങനെ നമ്മളത് കാണാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. ചാർജ് ചെയ്തില്ലത് എവിടെയോ ഉണ്ട്, ഞാൻ മറന്നുപോയി ആക്ച്വലി എത്രയായിരുന്നു ചാർജ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അകത്തോട്ടേക്ക് പോവുകയാണ്. അതിനിടയിൽ ഒരു പട്ടിയെ കൊണ്ട് വെറുതെ ഒരു കാര്യമില്ലാതെ എൻ്റെ കടി മേടിക്കാനായിട്ട് ഞാൻ എടുത്തോട്ട് ചെന്നു. അതേതായാലും ഒന്നും ചെയ്തില്ല ഭാഗ്യത്തിന്. അതിൻ്റെ മുകളിൽ വട്ടക്കോട്ടയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്ത് അകത്തോട്ട് കയറുക. അപ്പോൾ ഇതിനകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ നടന്ന് കയറി വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര കാറ്റാണ് എപ്പോഴും ഇങ്ങനെ. ഇതിൻ്റെ നടുക്ക് ഒരൊറ്റ മരം മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ മരമാണ് ഇതിൻ്റെ നടുക്കുള്ളത്. അതെങ്ങനെ അവിടെ ഒരൊറ്റ മരമായിട്ട് വന്നെന്ന് എനിക്കറിയത്തില്ല. അതായത് നല്ല രസമാട്ടോ ഇതിൻ്റെ മുകളിൽ നിൽക്കാനായിട്ട്. നല്ല കാറ്റാണ്, എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാവുന്ന ഒരു പ്രത്യേക ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി ബീച്ച്, കടൽ മൊത്തം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നാലായിട്ട് നമുക്ക് മൊത്തമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. കടലിൻ്റെ അത്രയും മുകളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെയൊക്കെ സമയത്ത് കടലിൽ കൂടെ ഒക്കെ ആക്രമണമൊക്കെ വരുമ്പോൾ അത് തടുക്കാനായിട്ടാണ് ഈ കോട്ട പണിതു എന്നുള്ളതാണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. അത് അടുത്ത